കാൽവിൻ പെർഫ്യൂംസിന്റെ 50ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര സന്തോഷം. 50ാമത്തെ വീഡിയോ ആണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും ഒരു വീഡിയോയിലേക്ക് വരെ എത്തുമെന്നും 4400 മേലെ സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഇതല്ല. 4 വർഷം മുന്നേ ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനം, കാൽവിൻ പെർഫ്യൂംസ് എന്നുള്ള പ്രസ്ഥാനം തിരുവാങ്കുളത്ത്, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് തിരുവാങ്കുളത്ത് ഒരു ചെറിയ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നും ആ ചെറിയ ഷോപ്പ് തന്നെയാണ് കേട്ടോ, വലിയ ഷോപ്പൊന്നുമല്ല. സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ഒരു 3 വർഷത്തോളമായി, വൈബ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ചാനല്, രഞ്ജിത്തിൻ്റെ ചാനല്, ബ്ലോഗർ രഞ്ജിത്ത്, അദ്ദേഹം ഒരു ബ്ലോഗ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. ആ ഒരു ബ്ലോഗാണ് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും, ഈ കാൽവിൻ പ്രസ്ഥാനത്തെയും ലോകം മുഴുവനും അറിയിച്ചത്. ആ ബ്ലോഗിലൂടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെ ഏതാണ്ട് ഒരു 20 ലക്ഷത്തിന് മേലെ ആളുകൾ ഈ പ്രസ്ഥാനത്തെ പറ്റി അറിയാനും എന്നെ അറിയാനും ഒക്കെ സാധിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ഞങ്ങളുടെ ഒരു ബിസിനസ് വളർച്ചയുടെ ഏറ്റവും വലിയൊരു കാൽവെപ്പും ഞങ്ങളുടെ കടപ്പാടും രഞ്ജിത്തിനോട് തന്നെയാണുള്ളത്. ഈ ഒരു 50ാമത്തെ വീഡിയോ ഞാൻ ഡയറക്റ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് രഞ്ജിത്തിന് വേണ്ടി തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ബ്ലോഗാണ് ഞങ്ങളുടെ ഒരു ചാനലിലേക്ക് അത് നയിച്ചത്. എൻ്റെ മോനാണ് ആക്ച്വലി ഇതിനൊരു ഐഡിയ പറഞ്ഞു തന്നത്. അവൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. കാരണം വീഡിയോ എടുക്കുന്നു, മെഡിറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നത് അവൻ തന്നെയാണ്. എൻ്റെ നേരെ മുമ്പിൽ തന്നെ ആളുണ്ട്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷം ആവുന്നു. 50ാമത്തെ വീഡിയോ ആണ് ഇതിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് തന്നേക്കുന്നതും അല്ലാതെ ഇത് കാണുന്നതുമായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ആണ് ഈ വീഡിയോ ഇനിയും എനിക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. അതിൻ്റെ നന്ദി ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും അറിയിക്കണം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പെർഫ്യൂം അല്ല, മറിച്ച് ഒരു പെർഫ്യൂം ബ്രാൻഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ഫാമിലികൾ ഒക്കെ ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു ബ്രാൻഡ് രസാസിയുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കാത്ത മിഡിൽ ഈസ്റ്റിലെ ആളുകൾ, വർക്ക് ചെയ്തേക്കുന്ന ആളുകളോ അവരുടെ ഫാമിലിയോ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അവരുടെ പ്രോഡക്ട്സ് ചിലപ്പോൾ അത് ഉപയോഗിച്ചവർ രസാസി ആണോ എന്ന് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. ബ്ലൂ ലേഡി ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, റൊമാൻസ് ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെ രസാസിയുടെ വളരെ കോമൺ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ആ ഒരു ബ്രാൻഡ് 1979 അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ചെറിയൊരു ബിസിനസ്സുകാരൻ, ദുബായിൽ ഒരു ചെറിയൊരു മോണോ പെർഫ്യൂം ഷോപ്പ്, ആദ്യമായിട്ടാണ് ഒരു മോണോ പെർഫ്യൂം ഷോപ്പ് ദുബായിൽ വരുന്നത്. ദുബായിൽ ഒരുപാട് പെർഫ്യൂം ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു മോണോ പെർഫ്യൂം ഷോപ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണ അദ്ദേഹമാണ്. അതാണ് രസാസിയുടെ തുടക്കം. അതിൽ നിന്ന് ഒരു ചെറിയൊരു വൃക്ഷം, അതൊരു വടവൃക്ഷമായിട്ട് മാറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 60-70 കൺട്രീസിൽ അവർക്ക് ഷോപ്പുകളുണ്ട്, ഡയറക്റ്റ് ഷോപ്പുകളുണ്ട്. ഏതാണ്ട് 160-170 ഷോപ്പുകൾ തന്നെ അവർക്ക് ഡയറക്റ്റ് ഉണ്ട്. അവരുടെ പ്രോഡക്ട്സിൻ്റെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അറൗണ്ട് 400 പെർഫ്യൂംസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ 400 പെർഫ്യൂംസിന് ഞാനൊന്നും പരിചയപ്പെടുത്തുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇത്രയും പെർഫ്യൂംസ് ഉള്ള ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡ്. ഇന്ന് എന്താ പറയണേ, അത്രയും ഡെവലപ്ഡായി പോകാനുള്ള ഒരു മെയിൻ കാരണം അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അദ്ദേഹത്തിൻ്റെ 6 മക്കളാണ് ഇപ്പോൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നത്. ആ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റുകൾ ഒരു ഫ്യൂഷൻ പ്രോഡക്റ്റുകളാണ്. അതായത് അറബിക് പെർഫ്യൂംസിൻ്റെയും ഫ്രഞ്ച് പെർഫ്യൂംസിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനിലാണ് അവരുടെ പെർഫ്യൂംസ് എല്ലാം ഇറക്കുന്നത് അവർ. അപ്പോൾ അതിനൊരു പ്രത്യേക വൈബാണ്. അത് ഫ്രഞ്ചും അല്ല അറബിക്കും അല്ല, രണ്ടിൻ്റെയും കൂടിയുള്ളൊരു മിക്സാണ്. രണ്ടാമത്തെ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്. സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറാത്ത പെർഫ്യൂം പ്രൈസാണ് അവരുടേത്.
ഈ രസാസിയുടെ ബ്ലൂ ലേഡി എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ജസ്റ്റ് എനിക്ക് തോന്നുന്നത് അറൗണ്ട് 1000 റുപ്പീസ് 1200 റുപ്പീസിന് നമുക്ക് ഒറിജിനൽ പെർഫ്യൂംസ് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 2000 രൂപ 2500 രൂപയൊക്കെ വില ഉണ്ടാവുള്ളൂ അവരുടെ ഏറ്റവും പ്രീമിയം പെർഫ്യൂംസിനൊക്കെ. ആ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രോഡക്റ്റാണ് രസാസിയുടെ. 1-2-3 പ്രോഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് ബ്ലൂ ലേഡി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്ലൂ ഫോർ മെൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. റൊമാൻസ് എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ പുതിയ സീരീസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഹവാസ് എല്ലാവർക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ഒരു ട്രെൻഡിങ് പെർഫ്യൂമാണ് ഹവാസ്. ഹവാസ് ഫോർ ഹിം അതൊരു സീരീസ് പോലെ അവർ ഇറക്കിയിട്ടുണ്ട്. ഹവാസ് ഫയർ, ഹവാസ് എലിക്സർ, ഹവാസ് ട്രോപ്പിക്കൽ, അങ്ങനെ ഹവാസ് വെച്ചിട്ട് കുറേ പെർഫ്യൂംസ് അവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ലേ ലുക്ക് വാം, ഇതൊരു അറബിക് വേർഡാണ്, ഇങ്ങനെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഒരു സീരീസാണ്. അതൊരു ഹെവി സ്ട്രോങ് പെർഫ്യൂംസ് ആണ്. ഹവാസ് ലൈറ്റ് പെർഫ്യൂംസ് ആണ്, ഇതൊരു സ്ട്രോങ് പെർഫ്യൂംസ് ആണ്. അങ്ങനത്തെ പെർഫ്യൂംസുകൾ. പിന്നെ റോയലെ എന്നുള്ളൊരു സീരീസ്, റോയലെ ബ്ലൂ, റോയലെ ബ്ലാക്ക്, ഷൂറ പോഹോം. ഞാൻ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന അവരുടെ മെയിൻ പ്രോഡക്ട്സ് 3 ഒന്ന് ബ്ലൂ ലേഡി, ഓഫ് കോഴ്സ് ബ്ലൂ ലേഡി, അത് ലേഡീസിന്റെ പെർഫ്യൂമാണ് ബ്ലൂ ലേഡി. മെന്നിന് വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഷൂറ എന്ന് പറയുന്ന പെർഫ്യൂമും റോയൽ ബ്ലാക്ക് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇത് രണ്ടും ഭയങ്കര ഹെവി ലാസ്റ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ടാണ് അതിന് ആളുകൾ റെക്കമെൻഡ് ചെയ്യിക്കുന്നത്. അപ്പം ഈ 3 ഞാൻ പറഞ്ഞല്ലോ 400 പെർഫ്യൂമോളം ഉണ്ട്. കുറച്ചൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ. 10-15 പെർഫ്യൂമോളം എൻ്റെ ഷോപ്പിലും ഉണ്ട്. അതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഒറിജിനൽ അല്ല, ഇൻസ്പയർഡ് വേർഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ട്. ഇനി ഞാനൊരു അടുത്ത വീഡിയോയിൽ പുതിയ കമ്പനി പരിചയപ്പെടുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു, ടാറ്റ.